ഇതിന്റെ ഈ കുഞ്ഞിന്റെ ഉടമസ്ഥർ എന്നതിനെ ചൊല്ലി ചില അസ്വാരസ്യങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവ് എത്താത്തതിനെ പറ്റി രാഷ്ട്രീയമായ വിവാദങ്ങളുണ്ട്. ശശി തരൂർ പങ്കെടുക്കുന്നില്ല തുടങ്ങിയ തീരുമാനങ്ങളൊക്കെ ഒരു സൈഡിലുണ്ട്. ഈ വലിയൊരു പദ്ധതിയാകുമ്പോൾ തന്നെ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുക, അതിന്റെ ആ നിലയ്ക്കുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾ അതൊരു വിഷയം തന്നെയാണ്. 10 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കുന്നു. നമ്മൾ ഈ വരുന്ന വഴികളിലൊക്കെ വലിയ രീതിയിൽ ഫ്ലെക്സും അലങ്കാരങ്ങളും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. വലിയ രീതിയിലുള്ള സുരക്ഷയുണ്ട്. എങ്ങനെയാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? ഏതൊക്കെ പ്രധാനപ്പെട്ട അതിഥികളെ പ്രതീക്ഷിക്കുന്നു? രാജ്യത്തെ തന്നെ ഉറ്റുനോക്കുന്ന ഒരു പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം എന്ന നിലയിൽ ആ നിലയ്ക്ക് വർണ്ണപ്പൊലിമയോടുകൂടിയാണോ ഇന്നത്തെ ചടങ്ങുകൾ? രാവിലെ 10 മണിക്കാണ് നമ്മുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. അത് പ്രധാന കവാടത്തിൽ, അതായത് തുറമുഖ കവാടത്തിൽ നിന്ന് മാറി പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന വേദിയിൽ, അതീവ സുരക്ഷാ മേഖലയിലാണ് ഈ വേദി സജ്ജമാക്കിയിരിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനാകും ഔദ്യോഗികമായ വരവേൽപ്പ് നൽകുക. അദ്ദേഹത്തോടൊപ്പം കേന്ദ്ര ഷിപ്പിംഗ് തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടുള്ള സർബാനന്ദ് സോനോവാൾ ഉൾപ്പെടെയുള്ള മറ്റ് പ്രമുഖർ കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായി സംസ്ഥാന മന്ത്രിസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തുറമുഖ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി VN വാസവൻ ഉൾപ്പെടെ മറ്റ് പ്രമുഖ മന്ത്രിമാർ, നേതാക്കന്മാരൊക്കെ ഈ ചടങ്ങിന്റെ ഭാഗമാകും. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ പ്രതിപക്ഷം വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഇന്നലെയും വാട്ടർ സല്യൂട്ട് നൽകുന്ന ചടങ്ങിലടക്കം കോവളം MLA കൂടിയായ ശ്രീ M വിൻസെന്റ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായി ഇന്നും അദ്ദേഹം അവിടെ എത്താൻ തന്നെയാണ് സാധ്യത. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക്, വിഴിഞ്ഞം എന്ന ഒരു വളരെ ചതുപ്പ് പിടിച്ചു കിടന്ന ഒരു സ്ഥലത്തെ, അല്ലെങ്കിൽ ഈ ഒരു കടലോര, തീർത്തും കടലോര ഗ്രാമമായിരുന്ന വിഴിഞ്ഞത്തെ ഇന്ന് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖമാറ്റുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവർക്ക് ദിശാബോധം നൽകിയ, പ്രചോദനം നൽകിയ ക്രാന്തദർശികളായ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവരെ ആരെയും നമുക്ക് ഈ ഘട്ടത്തിൽ വിസ്മരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ 2015 ഓഗസ്റ്റ് 17 ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും ഈ കരൺ അദാനിയും തമ്മിൽ ഈ കരാർ ഒപ്പുവെക്കുന്നത്. പിന്നീട് അങ്ങോട്ട് സർക്കാർ മാറുന്നു. 8 വർഷമായി LDF സർക്കാരിന്റെ ഭരണം തുടരുന്നു. ഇരു സർക്കാരുകളും ഈ പദ്ധതി ഇവിടെ വിജയകരമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അന്ന് മുതൽ തന്നെ പൂർണ്ണമായി കൈകോർത്തവരാണ്. അതിനപ്പുറത്തേക്ക് നമുക്കറിയാവുന്ന 2015 ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടലിന് അപ്പുറത്തേക്ക് ദിശാബോധമുള്ള, ക്രാന്തദർശികളായ, ദീർഘവീക്ഷണമുള്ള നമ്മുടെ മുൻ മുഖ്യമന്ത്രിമാർ EK നായനാർ, K കരുണാകരൻ, AK ആന്റണി അവരടക്കമുള്ളവർ വലിയ തരത്തിൽ ഇങ്ങനെയൊരു പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, അതോടൊപ്പം ശ്രീ VS അച്യുതാനന്ദൻ, തുറമുഖ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന MK രാഘവൻ അവരടക്കമുള്ളവർ, MV രാഘവൻ അടക്കമുള്ളവർ ഇങ്ങനെയൊരു പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രയത്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അവർ കേൾക്കേണ്ടി വന്ന വിമർശനങ്ങൾ, പഴികൾ, അതൊക്കെ ഇന്ന് സ്വപ്ന തീരത്തേക്ക് സാൻ ഫെർണാണ്ടോ അടുത്തപ്പോൾ അത് മുഴുവൻ നമുക്ക് മുമ്പോട്ടുള്ള കുതിപ്പിന് ഒരു പ്രചോദനമായി മാറുകയാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ, വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ച ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൃത്യമായ ഇടപെടൽ, അവർ നടത്തിയ ദിശാബോധത്തോടെയുള്ള തീരുമാനങ്ങൾ, അതടക്കം ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് നിർണായകമായ പങ്കുവഹിച്ചതാണ്. അതുകൊണ്ട് അതിന്റെ പിതൃത്വം ഏതെങ്കിലും ഒരു കൊടിക്ക് കീഴിലേക്ക് മാത്രം. പ്രധാനപ്പെട്ട കാര്യം, അതായത് ഒരുപാട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇടപെട്ട ഒരു സംഭവമാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ശരിക്കും ഇതിന് ജീവൻ വെച്ചത് എന്ന കാര്യം മലയാളികൾക്കെല്ലാം അറിയാവുന്ന പ്രധാനപ്പെട്ട ഒന്നാണ്. ഉമ്മൻചാണ്ടിയാണ് ഇതിന് ടെൻഡർ ക്ഷണിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കും അദാനി ഗ്രൂപ്പിന് ഈ കാര്യങ്ങൾ എത്രയോ വർഷങ്ങളായി സ്വപ്നം കണ്ടിരുന്ന, കടലാസിലുണ്ടായിരുന്ന ഒരു പദ്ധതിക്ക് ജീവൻ വെക്കാനുള്ള ശ്രമം നടത്തിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണെന്ന കാര്യത്തിൽ നമ്മൾ പറയേണ്ടത് വികസന സ്വപ്നങ്ങളുടെ കാര്യത്തിൽ രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള യോജിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ മുതിരണം. അതിന്റെ പ്രാധാന്യം എത്രമാത്രം എന്നത് കൂടി ഓർമ്മിപ്പിക്കുന്ന ദേവർകോവിലിന് വരെ പിണക്കമുണ്ട്, അതായത് വിളിച്ചില്ല എന്ന് പറയും. പക്ഷെ അതൊക്കെ സംസ്ഥാന സർക്കാരായാലും അതുമായി ബന്ധപ്പെട്ട അധികൃതരായാലും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എന്നതാണ് അവർ. തുറമുഖ കവാടത്തിലേക്ക് പോകണം രേണുക. അവിടെ ഐഷത്തുൽ ഷംനയുണ്ട്. ഷംന, തുറമുഖ കവാടം ആവേശഭരിതമായ കാഴ്ചകളായിരിക്കും ഒരു പക്ഷേ. അവിടെ പറഞ്ഞതുപോലെ അവിടെ ഒരു വലിയ സ്വപ്ന പദ്ധതിയുടെ തുടക്കം, അല്ലെങ്കിൽ അതിന്റെ ഒരു അകത്തേ കയറുന്ന ഒരു സ്ഥലമെന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യമുണ്ട്. എന്താണ് അവിടെ കാണാൻ സാധിക്കുന്നത്? മറ്റ് ചടങ്ങുകളുടെ വിശദാംശങ്ങൾ, അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ?
രഞ്ജിത്ത്, ഇവിടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുന്ന വേദിക്കടുത്താണ് ഞാനുള്ളത്. തൊട്ടടുത്ത് എൻ്റെ പുറകിൽ തന്നെ നമ്മുടെ മദർഷിപ്പ് കാണാൻ കഴിയും. ഇവിടെ എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെ എത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസും വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മന്ത്രിമാരൊക്കെ അല്പസമയത്തിനകം എത്തിച്ചേരും, 10 മണിയോടുകൂടി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസും മറ്റുദ്യോഗസ്ഥരും എല്ലാവരും ഉണ്ട്. ഇവിടെ നാട്ടുകാരുൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തിലാണ് നാട്ടുകാരൊക്കെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ എല്ലാം മറന്ന്, ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം എല്ലാം മറന്ന് വളരെയധികം സന്തോഷത്തിലാണ് ഈ ഒരു പദ്ധതിയെ വരവേൽക്കാൻ, സ്വീകരിക്കാൻ നിൽക്കുന്നത്. എന്തായാലും കൂടുതൽ ഈ 10 മണിയോടുകൂടി കൂടുതൽ ആളുകൾ എത്തി ഈ പരിപാടി വലിയൊരു വിജയമാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. രഞ്ജിത്ത്, തീർച്ചയായും വലിയ രീതിയിൽ ആളുകളുടെ കൂടി പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ജനകീയമായിട്ടുള്ള ഒരു സദസ്സാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ. അത്രയും വലിയ വിവാദങ്ങളൊക്കെ മാറ്റി നിർത്തി നമുക്ക് പോസിറ്റീവായി തന്നെ ഈ കാര്യങ്ങളെ നോക്കിക്കാണുമ്പോൾ ജനങ്ങളുടെ വലിയ പങ്കാളിത്തം കൂടി ഇന്ന് പ്രതീക്ഷിക്കപ്പെടുകയാണ്. ഒപ്പം നേരത്തെ ആയിഷത്തുൽ ഷംന സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട അതിഥികൾ ഒക്കെ ഉണ്ടാകും. മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കും. എന്തായാലും പ്രധാനപ്പെട്ട അതിഥികളൊക്കെ എത്താൻ ഇനിയും സമയമുണ്ട്. രഞ്ജിത്ത്, വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് പ്രദേശവാസികളാണ്. അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. അവർക്ക് ഈ പറഞ്ഞതുപോലെ പലതും അവർ സാക്രിഫൈസ് ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടാകും. അവരുടെ നഗരം അല്ലെങ്കിൽ അവരുടെ ഗ്രാമം, അവർ ജീവിക്കുന്ന പ്രദേശത്തൊന്ന് മാറി നിൽക്കേണ്ട പശ്ചാത്തലം ഉണ്ടാകും. അങ്ങനെ ആവാസ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് പരാതികളുണ്ട്. അതൊക്കെ പരിഹരിച്ചു കൊണ്ടുപോകേണ്ടതും നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികൾ കൊണ്ടുവരുന്നവരുടെ ഒരു ബാധ്യത കൂടിയാണ്. അവരുടെ ഒരു കൃത്യമായി അവർ ചെയ്യേണ്ടതാണത്. അത് അത്രത്തോളം സംഭവിച്ചിട്ടുണ്ടോ, ഉത്തരവാദിത്തമാണെന്നുള്ളത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇവിടെ പലവിധ പരാതികളുണ്ട്. നാട്ടുകാരൊക്കെ ഒരുപാട് പേര് ഇവിടെയുണ്ട്. രാവിലെ മുതൽ തന്നെ കൈക്കുഞ്ഞുങ്ങളുമായി പോലും ഇവിടെ ഈ വിഴിഞ്ഞം കപ്പൽ കാണാനായി എത്തിച്ചേർന്നിരിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. MG മിഥുൻ